ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നാലെ നടത്തിയ നീറ്റ് UG പുനഃപരീക്ഷ പൂർത്തിയായി. രാജ്യത്തെയും വിദേശത്തെയും 5000-ലധികം കേന്ദ്രങ്ങളിലായി 23 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. അതേസമയം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധം രണ്ടാം ദിനവും ജന്തർ മന്ദറിൽ തുടരുകയാണ്. പരീക്ഷയ്ക്ക് ശേഷം ജന്തർ മന്ദറിലെ പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ വിദ്യാർത്ഥികളോട് അഭിജിത് ദീപ്കെ ആഹ്വാനം ചെയ്തു. അജ്മൽ ദറാർ, അനീഷ് ദേവസ്യ, വിനിത വിജയൻ എന്നിവർ ഏറ്റവും പുതിയ വിവരങ്ങൾ വെച്ചിരുന്നു. ആദ്യം അജ്മലിലേക്ക് പോകുന്നു. അജ്മൽ, കുട്ടികൾ സത്യം പറഞ്ഞാൽ വലിയ ആശങ്കയിലായിരുന്നു. നമുക്ക് നേർക്കുന്ന അറിയുന്ന കുട്ടികളൊക്കെ അവർക്ക് വലിയ നിരാശയും വലിയ ആശങ്കയിലൊക്കെയാണ് പാവങ്ങൾ പരീക്ഷാ ഹാളിലേക്ക് പോയത്. അപ്പോൾ പരീക്ഷ പൂർത്തിയായി, എന്താണ് അവരുടെ പ്രതികരണം അജ്മൽ? ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നാലെയാണ് നീറ്റ് UG പുനഃപരീക്ഷ പൂർത്തിയായത്. അല്പസമയത്തിന് വിദ്യാർത്ഥികളുടെ പ്രതികരണം എടുക്കാമെന്ന് കരുതുന്നു. നേരത്തെ പറയുന്നത് പോലെ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത ഒരു ചോർച്ച, അതിൽ 10-23 ലക്ഷം വിദ്യാർത്ഥികൾ അതിൻ്റെ ഇരകളായി മാറുന്ന സാഹചര്യം അവിടെ കണ്ടു. അതിനുശേഷം പിന്നെ നീറ്റ് എന്തോ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ, വലിയ രീതിയിലുള്ള സേനയുടെ സൗകര്യമൊക്കെ ആവശ്യപ്പെടുന്ന ഒക്കെയുള്ള വലിയ, അത് കഴിഞ്ഞ് കോടതിയെ ബോധ്യപ്പെടുത്തുക കൂടി ലക്ഷ്യമായിരിക്കണം. അതിനുശേഷം പരീക്ഷ പൂർത്തിയാക്കിയ അല്പസമയത്തിന് കുട്ടികളുടെ പ്രതികരണം കിട്ടും. പക്ഷേ അവിടെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ജന്തർ മന്ദർ പ്രതിഷേധം അവിടെ തുടരുകയാണ്. ബൽറാം നെടുങ്ങാടി ചേരുന്നു. ബൽറാം, ഈ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടിട്ട് അവിടെ നിന്ന് മടങ്ങൂ എന്നത് എത്രത്തോളം ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ രാജിവെക്കുമെന്ന് അവർ കരുതുന്നുണ്ടോ ബൽറാം? ഹാഷ്മി, ഈ സമരത്തിന്റെ അടിസ്ഥാനത്തിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കും എന്ന ഉറപ്പ് അല്ലെങ്കിൽ പ്രതിഷേധക്കാർക്ക് ഈ ഒരു ഘട്ടത്തിൽ ഇല്ല എങ്കിൽ പോലും ആ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുക എന്ന് തന്നെയാണ് പ്രതിഷേധക്കാരുടെ ഇപ്പോഴത്തെ ഒരു നിലപാട്. രാജിവെക്കാതെ ജന്തർ മന്ദറിൽ നിന്നും മടങ്ങില്ല എന്ന പ്രഖ്യാപനത്തിലൂടെ കേന്ദ്ര സർക്കാരിന് മേലുള്ള സമ്മർദ്ദം ശക്തമാക്കുകയാണ്. ഇന്ന് പ്രത്യേകിച്ച് നീറ്റ് പരീക്ഷ ഇപ്പോൾ ഏതാണ്ട് സാങ്കേതികമായി സമയം പൂർത്തിയായിരിക്കുന്നു. ആ പരീക്ഷയ്ക്ക് ശേഷം പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളടക്കം ജന്തർ മന്ദറിലേക്ക് എത്തണം എന്നാണ് ഇന്ന് രാവിലെ അഭിജിത് ദീപ്കെ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ പ്രതിഷേധം ഇന്നലെ ആരംഭിച്ച പ്രതിഷേധമാണ്. അത് പകലും പിന്നിട്ട് ഇപ്പോൾ വീണ്ടും ഇന്ന് 5 മണി കഴിഞ്ഞിരിക്കുന്നു. 5 മണി വരെയാണ് സാധാരണ ജന്തർ മന്ദറിൽ പ്രതിഷേധിക്കാൻ അനുവദിക്കാറുള്ളത്. ഇന്ന് അനുവാദമില്ലാതെയാണ് പ്രതിഷേധം. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഒഴിഞ്ഞു പോകാനുള്ള ആഹ്വാനം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എന്നാൽ അത്തരത്തിൽ യാതൊരു ആഹ്വാനങ്ങളും ചെവികൊള്ളാതെ തങ്ങൾ ഉന്നയിച്ച ആവശ്യം അത് അംഗീകരിക്കണം എന്ന ഒരു നിലപാടിൽ തന്നെയാണ് പ്രതിഷേധക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലത്തെ അത്ര വലിയൊരു ആൾക്കൂട്ടം ജന്തർ മന്ദറിൽ ഈ ഒരു ഘട്ടത്തിൽ ഇല്ല എങ്കിൽ പോലും ഇവിടെ എത്തിയിരിക്കുന്ന ആളുകൾ അവർ ഏതാണ്ട് പൂർണ്ണ പിന്തുണയുമായി ഈ സമരത്തിന് ഒപ്പം ഉറച്ചു നിൽക്കാൻ ഉറപ്പിച്ച് എത്തിയവരാണ്. ആളുകൾ സാഹചര്യവുമുണ്ട്. എന്തായാലും ഇന്ന് രാവിലത്തേക്കാൾ വലിയ ആൾക്കൂട്ടം ഇപ്പോൾ ജന്തർ മന്ദറിൽ എത്തിയിരിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ജന്തർ മന്ദറിൽ കഴിഞ്ഞ ദിവസത്തെ അത്ര ഇല്ലെങ്കിൽ പോലും അതിന്റെ 50% ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അതേസമയം നീറ്റ് പരീക്ഷ സമയം പൂർത്തിയായിരിക്കുന്നു. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളോടെയാണ് ഇത്തവണ ഈ പുനഃപരീക്ഷ ഒരുക്കിയിരിക്കുന്നത്. ഡൽഹിയിൽ 97 പരീക്ഷാ കേന്ദ്രങ്ങളാണ്. ഇവിടെയെല്ലാം തന്നെ ത്രിതല സംവിധാനമാണ് സുരക്ഷയ്ക്കായി ഒരുക്കിയിരിക്കുന്നത്. ആധാർ കാർഡുകൾ നോക്കി ഒപ്പം തന്നെ മെറ്റൽ ഡിറ്റക്ടറുകൾ ഉപയോഗിച്ച് പരിശോധിച്ച് മറ്റുമാണ് സുരക്ഷാ സംവിധാനം. ഡൽഹിയിലെ കനത്ത ചൂട് പരിഗണിച്ചുകൊണ്ട് തന്നെ പ്രത്യേക സൗകര്യങ്ങൾ അവരെ ഈ വിദ്യാർത്ഥികളെ അനുഗമിക്കുന്ന മാതാപിതാക്കൾക്കും മറ്റുള്ളവർക്കും വേണ്ടി ഒരുക്കിയിരുന്നു. ഒപ്പം ബസ്സുകളിൽ സൗജന്യ യാത്ര ഉൾപ്പെടെയുള്ള പ്രഖ്യാപനങ്ങൾ ഡൽഹി അടക്കമുള്ള നഗരങ്ങളിൽ നടത്തിയിട്ടുണ്ട്. അത് എന്തായാലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ സുരക്ഷാ ക്രമീകരണം എന്ന് പറഞ്ഞാൽ ഒരു സോഷ്യൽ മീഡിയ ആപ്പ് പോലും താൽക്കാലികമായി ബാൻ ചെയ്യുന്ന നടപടികളിലേക്കൊക്കെ പോയിരുന്നു. സുപ്രീം കോടതിയിലേക്ക് പോയപ്പോഴും ടെലഗ്രാമിന് അനുകൂലമായ ഒരു വിധി അവിടെ നിന്ന് ഉണ്ടായില്ല. അപ്പോൾ എന്തായാലും ആ പരീക്ഷ കഴിഞ്ഞു. അങ്ങനെ സംഭവബഹുലമായ നീറ്റ് പരീക്ഷ, സാധാരണഗതിയിൽ ഒരു പ്രവേശന പരീക്ഷ എന്നതിനപ്പുറം സംഭവബഹുലമാണ് നീറ്റ് പരീക്ഷ കഴിഞ്ഞ് വിദ്യാർത്ഥികൾ പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കുട്ടികൾക്ക് വലിയ ടെൻഷൻ അക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. അവർ ഒരു തവണ കഷ്ടപ്പെട്ട് പഠിച്ച് അധ്വാനിച്ച് എഴുതിയ പരീക്ഷയാണ് വിഫലമായി പോയത്, ഫ്യൂട്ടലായി പോയത്. അതിനുശേഷം രണ്ടാമത് ഒരു പരീക്ഷ കൂടി നടത്തി ആ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ പുറത്തേക്ക് വരുന്നു. പ്രധാനമായും ആദ്യ പരീക്ഷ കുറേയധികം കുട്ടികൾക്ക് എളുപ്പമായിരുന്നു എന്ന് അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത പരീക്ഷ അത് എളുപ്പമാകുമോ, ടഫാകുമോ, ഏത് രീതിയിലാകും, അങ്ങനെ കുറേയധികം ആകുലതകൾ വ്യാകുലതകൾ ഉറക്കമില്ലാതെ പഠിക്കുകയായിരുന്നു കുട്ടികൾ പോയ ദിവസങ്ങളൊക്കെ. അനീഷ് ദേവസ്യ കോഴിക്കോട് ചേരുന്നു. അനീഷ്, കുട്ടികൾ പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങി ഒരു പ്രതികരണത്തിന് തയ്യാറുണ്ടോ? എന്താണ് അവരുടെ ഒരു മൂഡ് അനീഷ്? ഹാഷ്മി, വലിയ വിവാദങ്ങൾക്കും നിയമ പോരാട്ടങ്ങൾക്കും ഒടുവിൽ നീറ്റ് പുനഃപരീക്ഷ അവസാനിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് നടക്കാവ് ഗവൺമെൻറ് HSS പരീക്ഷാ ഹാളിന് മുന്നിലാണ്. ആ പരീക്ഷ പൂർത്തിയാക്കി വിദ്യാർത്ഥികൾ ഇപ്പോൾ ഓരോരുത്തരായി പുറത്ത് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് വിദ്യാർത്ഥികളുടെ ഒരു പ്രതികരണം കൂടി തേടാം. മോളെ, എക്സാം എങ്ങനെയുണ്ടായിരുന്നു? ആദ്യത്തെ എക്സാം ആയിരുന്നോ, ഇന്നത്തെ ആയിരുന്നോ എളുപ്പം? കഴിഞ്ഞ പ്രാവശ്യത്തിനും ഈസി അതായിരുന്നു.
ലെവല് നോക്കുമ്പോൾ അതായിരുന്നു ഈസി. ഈ വീണ്ടും പരീക്ഷ എഴുതിയാൽ ഒരു ആശങ്കയുണ്ടായിരുന്നോ? കുഴപ്പമില്ല, ഇനിയിപ്പോൾ ആൻസർക്കൊക്കെ വന്നിട്ടേ പറയുള്ളൂ. ഈ സമയം കിട്ടിയായിരുന്നോ ഇപ്പോൾ പഠിക്കാൻ ഇത്തവണ? നിങ്ങൾക്ക് പഠനത്തെ ബാധിച്ചോ? ഇല്ല, കുഴപ്പമില്ല. ഒരാശങ്കയുണ്ടോ? ഇതും സുതാര്യമായി ഈ എക്സാമും ഇന്നത്തെ നടന്നു എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ആ, കുഴപ്പമില്ല. ചേട്ടാ, അങ്ങനെയുണ്ട്. ഈ എക്സാം എഴുതുന്ന കുട്ടികളാണേലും ഈ മാതാപിതാക്കൾക്കാണ് ടെൻഷൻ കൂടുതൽ. നിങ്ങൾക്ക് ഒരു ആശങ്ക ഉണ്ടായിരുന്നോ എക്സാമിന്റെ കാര്യത്തിൽ? ഇല്ല, ടെൻഷൻ ഫ്രീ ആയിരുന്നു. കാരണം പഠിക്കേണ്ടത് മുഴുവനും കഴിഞ്ഞ പ്രാവശ്യം തന്നെ പഠിച്ചു പോയി. അപ്പോൾ ഈ പ്രാവശ്യം പിന്നെ പഠിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും നല്ല കോൺഫിഡൻസ് ആയിരുന്നു കുട്ടികൾക്കൊക്കെ. ചേട്ടാ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇത്തവണത്തെ എക്സാമിലൊരു ആശങ്ക ഉണ്ടായിരുന്നോ? ഒന്നുകൂടി വെരിഫൈ ചെയ്യാൻ കഴിഞ്ഞ് പിന്നെ ഇനി ഇതുപോലെ തന്നെ രണ്ടാമത് എഴുതാനുള്ള പ്രശ്നം വരാനുള്ള പ്രശ്നമുള്ളൂ. ഇത്തവണ എക്സാം സുതാര്യമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അതൊന്നും പറയാൻ കഴിയില്ലല്ലോ. ഇതിപ്പോൾ അറിയാൻ കഴിയില്ല. ഇപ്പം ഇത് നിലവിൽ ഇപ്പം കഴിഞ്ഞില്ലല്ലോ. ഇനിയിപ്പോൾ എന്താ പുറത്തെഴുതാൻ അറിയില്ലല്ലോ. പ്രാവശ്യം സർക്കാരിന് അങ്ങനെ പറ്റിയ സ്ഥിതിക്ക് ഇനി അങ്ങനെ ഒരു ആവർത്തിക്കൂല എന്ന് തന്നെയാണ് കോൺഫിഡൻസ് എല്ലാവരും. ഒരു കോൺഫിഡൻസും ഇല്ല. ചേട്ടാ, എന്ത് തോന്നുന്നു? ഇത്തവണത്തെ എക്സാം സുതാര്യമായിട്ട് നടന്നു എന്ന് തോന്നുന്നുണ്ടോ? ഇവിടെ ഭാഗികമായിട്ട് ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. പക്ഷെ ആന്തരികമായിട്ട് ഞങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസം വരുന്നില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം ആ രീതിയിൽ കുട്ടികൾ വേദന അനുഭവിച്ച. ഇത്തവണ അവർക്ക് എക്സാമിന് സമയം കിട്ടിയോ? പറയാൻ കഴിയില്ല, കുട്ടി പുറത്ത് വന്നില്ല, അങ്ങനെ ഉണ്ടെന്ന് അറിയില്ല. അഷ്മി, പരീക്ഷ അവസാനിച്ചിരിക്കുകയാണ്. കുട്ടികൾ ഹാളിൽ നിന്ന് വെളിയിലേക്ക് വരുന്നതേ ഉള്ളൂ. നമുക്ക് അവർ വരുമ്പോൾ അവരുടെ കൂടുതൽ പ്രതികരണം നമുക്ക് അവിടെ നിന്ന് തേടാവുന്നതാണ്. ഏതായാലും മാതാപിതാക്കൾക്ക് വലിയൊരു ആശങ്കയാണ് ഇപ്പോഴും ഉള്ളത്. കാരണം ഇത്തവണ എക്സാം ഒരു സുതാര്യമായി നടക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും എന്നൊരു പ്രതീക്ഷ ഇപ്പോഴും അവർക്കില്ല. കൂടുതൽ പേര് പറഞ്ഞ അതാണ്. അതിലൊരു ചേട്ടൻ മാത്രമാണ് ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞത്. പക്ഷെ ബാക്കി സംസാരിച്ച് രണ്ടുപേരും പറഞ്ഞത് ആകെ അതിലുള്ള ആശങ്ക തുറന്നു പറയാൻ തയ്യാറായി. മറ്റേ ചേട്ടൻ എന്തോ പേടിയുണ്ടെന്ന് തോന്നുന്നു. പോട്ടെ, എന്തായാലും അങ്ങനെ ആ രീതിയിൽ ഇത്തവണ നീറ്റ് പരീക്ഷ വളരെ സങ്കീർണമായിരുന്നു. ഒന്ന് പറയാനുള്ള കാരണം ആദ്യഘട്ടത്തിൽ 23 ലക്ഷം കുട്ടികൾ ഇന്ന് നീറ്റ് പരീക്ഷ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. കുട്ടികൾ കഷ്ടപ്പെട്ട് പഠിക്കുന്നതാണ്, രാപ്പകലില്ലാതെ പഠിക്കുന്നതാണ്. ഇൻ്റർനെറ്റ് കോച്ചിങ്ങിനൊക്കെ പോയി പൈസ ഇല്ലാത്ത ആൾക്കാർ ഒരുപാട് പേരുണ്ടല്ലോ. അവരൊക്കെ അങ്ങനെ ആ രീതിയിൽ പഠിച്ച് എക്സാം എഴുതി കഴിഞ്ഞപ്പോഴത്തേക്കും പരീക്ഷാ പേപ്പർ ചോർച്ച എന്ന് പറഞ്ഞ് ഒരിക്കലും ഉണ്ടാവരുതാത്ത, വേണമെങ്കിൽ നീറ്റ് NTA വിചാരിച്ചിരുന്നെങ്കിൽ ഒഴിവാക്കാൻ കഴിയാവുന്ന, നേരത്തെ ചൂണ്ടിക്കാണിച്ചാണ് ഈ പ്രശ്നങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെ ചോർച്ച ഉണ്ടായി. ആ ചോർച്ച ഉണ്ടായതിനു ശേഷം രണ്ടാമത് പരീക്ഷ നടത്തി കുട്ടികൾ പുറത്തേക്ക് വരികയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു ആദ്യ പരീക്ഷ കുറച്ച് എളുപ്പമാണ് എന്ന് കുട്ടികൾ നമ്മളോട് അന്ന് തന്നെ പറഞ്ഞാണ്. അപ്പോൾ അത്ര എളുപ്പമല്ല. നേരത്തെ സംസാരിച്ചൊരു കുട്ടികൾ എക്സാം ഹാളിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. കുറച്ച് മാത്രമേ സംസാരിക്കുകയുള്ളൂ. അതിലൊരു കുട്ടി പറഞ്ഞത് പോയ പരീക്ഷയേക്കാൾ കുറച്ച് ടഫായിരുന്നു, അതിൻ്റെ ലെവൽ നോക്കിയാൽ കുറച്ച് ടഫായിരുന്നു ഈ പരീക്ഷ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.